യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കും, അശ്വത്ഥാമാവിന് എങ്ങനെയാണ് ഈ യോദ്ധാക്കളെല്ലാം കൊല്ലാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ദൃഷ്ടദ്യുമ്നെയും ഇത്രയും യോദ്ധാക്കളെയും കൊന്നത്? കൃഷ്ണ, അവൻ്റെ ഉള്ളിൽ എന്ത് ശക്തിയാണ് കയറിയത്? അപ്പം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അശ്വത്ഥാമാവും മഹാദേവനെ കണ്ടു, മഹാദേവനിലൂടെ ആ ശക്തി ലഭിച്ചു വന്നു. പക്ഷേ യുധിഷ്ഠിര, യഥാർത്ഥത്തിൽ ഈ യോദ്ധാക്കളുടെ എല്ലാം സമയം അടുത്തിരുന്നു. എൻ്റെ ഒരു തീരുമാനം കൂടെ ആയിരുന്നു ഇത്. അവരെല്ലാം ഉപരിലോകങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പാണ്ഡവര് വനവാസത്തിലായിരുന്നപ്പോഴും അജ്ഞാതവാസത്തിലായിരുന്നപ്പോഴും ഇന്ദ്രപ്രസ്ഥം ലഭിച്ചപ്പോഴും ഇന്ദ്രപ്രസ്ഥം ലഭിക്കുന്നതിന് മുമ്പേ ഖാണ്ഡവനം ആയപ്പോഴും അവർക്ക് ഭഗവാനോടുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരേപോലെ ഭഗവാനിൽ വിശ്വാസമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല ഭഗവാനെ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും നമ്മൾ ഭഗവാനിൽ ഉറച്ചിരിക്കണം. അതാണ് പാണ്ഡവരിൽ നിന്ന് പഠിക്കേണ്ടത്. പാണ്ഡവരെ ഭഗവാൻ രക്ഷിച്ചു, പക്ഷെ പാണ്ഡവരുടെ മക്കളെല്ലാം മരിച്ചു. അപ്പം വേണമെങ്കിൽ പാണ്ഡവർക്ക് പ്രതികരിക്കായിരുന്നു, ഭഗവാനെ അങ്ങ് അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്, എന്തിനാ ഭഗവാൻ ഇങ്ങനെ ചെയ്തത് അല്ലേ? പക്ഷേ അങ്ങനെയൊന്നുമല്ല. അവരിപ്പോഴും ഭഗവാൻ പറയുന്ന സമാധാനത്തോടുകൂടി കേൾക്കാൻ തയ്യാറാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധു എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. വേറെ ഒന്നിനെ അവർ വില കൽപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം സ്നേഹമില്ലെന്നല്ല. സ്വന്തം മക്കളാ പോയത്, വിഷമില്ലാതിരിക്കുമോ? പക്ഷെ അവർ ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. എന്നാലോചിച്ചോ. നേരം ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു, ഭഗവാൻ മറുപടി പറയുകയും ചെയ്തു, ശരിയാ എൻ്റെ തീരുമാനമായിരുന്നു. ഭഗവാന്റെ തീരുമാനം ഓക്കെ, അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞ അതിനപ്പുറമൊന്നുമില്ല. ഭഗവാൻ എന്ത് പറയുന്നു അത് ഓക്കെ. അതാണ് ഭക്തി എന്ന് പറയുന്നത്.